ശ്രീ വിനു കിര്യത്ത് ഇതിലൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഇലമെന്റ് കൂടി ഉണ്ട്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇപ്പോൾ വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയാണ്. ആ ടീം, നന്ദഗോവിന്ദം ടീം വിശദീകരണവും നൽകി കഴിഞ്ഞു. എന്നിട്ടും ആ വിശദീകരണത്തിൽ പിടിച്ചും ഇപ്പോൾ അവർക്കെതിരെയുള്ള വിമർശനം, അധിക്ഷേപം ഒക്കെയാണ് നടക്കുന്നത്. വളരെ വിഷമത്തോടെ നന്ദ കുന്തിരിക്കുമെന്നാണ് അവരെ ഇപ്പോൾ ഞാൻ വിഷമത്തോടെ ഒരു കാര്യം പറയാം. മഞ്ജുഷ തുടങ്ങിയത് തന്നെ സംഘപരിവാർ അജണ്ട. നോക്കൂ, എല്ലാ ഹിന്ദുക്കളും സംഘപരിവാർ അല്ല. ഇതിനെ എതിർക്കുന്ന ഹിന്ദുക്കളെല്ലാം സംഘപരിവാറാണെങ്കിൽ നമ്മൾ മൊത്തം ഞങ്ങൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യും. സംഘപരിവാർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫസ്റ്റ് പറഞ്ഞ അങ്ങനെയാണ്. ശീർഷകം നിങ്ങളുടെ ഫസ്റ്റ് ഡയലോഗിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പം തൊട്ട് അയ്യോ അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് തോന്നി. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഫസ്റ്റ് സെന്റൻസ് ഇങ്ങനെയായിരുന്നു: നന്ദഗോവിന്ദം ഭക്തിയും സംഗീതവും ചേർന്ന വേദി. അവിടെ ഒരു ക്രൈസ്തവ ഗാനം മുഴങ്ങിയപ്പോൾ മതസൗഹാർദ്ദത്തിന്റെ മനോഹര നിമിഷത്തെ വിവാദമാക്കുന്നത് എന്തിനെന്നാണ്. അവിടെ സംഘപരിവാർ ഭക്തിഗാനം പങ്കിട്ട് അതിൽ തെറ്റെന്താണ്? സംഗീതത്തിന് മതമില്ല, ഭക്തിക്ക് അതിരുകളില്ല, ആചാരങ്ങൾ സംരക്ഷിക്കേണ്ടത് അത്രമേൽ പ്രധാനമാണ്. പക്ഷേ മതങ്ങൾ തമ്മിലുള്ള ബഹുമാനവും അതുപോലെ തന്നെ ആവശ്യമുള്ളതാണ്. കോട്ടയം നട്ടാശ്ശേരി വേമ്പിൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നന്ദഗോവിന്ദം ഭജൻസ് ടീം ക്രൈസ്തവ ഗാനം ആലപിച്ചതിനെതിരെ വിമർശനം വരുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. നന്ദഗോവിന്ദത്തെ കുന്തിരിക്കമാക്കുന്ന അജണ്ട ഒരിടത്തും സംഘപരിവാർ പറഞ്ഞിട്ടില്ല. അതുപോട്ടെ. അപ്പോൾ ഞാൻ ഈ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. ആദ്യമേ പറഞ്ഞുകൊണ്ട് ആയിരുന്നു എന്ന് തന്നെ പറയാം. ഇപ്പം ആണോ എന്ന് ചോദിച്ചാൽ ശകലം വിഷമം ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു ചാനൽ തിരുവനന്തപുരത്ത് നിശാഗന്ധിയിൽ ഇവരുടെ പരിപാടി വെച്ചപ്പോൾ ഞാൻ ഫ്രണ്ടിലുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അനൗൺസ് ചെയ്യേണ്ടി വന്നു, പ്രിയമുള്ള ജനങ്ങളെ പ്രിയമുള്ള ജനങ്ങളെ സഹകരിക്കണം, കാരണം റോഡ് ബ്ലോക്കാണ്, പല VIPസിനും അകത്തോട്ട് പോലീസ് പോലും വിടുന്നില്ല, അത്രയ്ക്ക് ഫാൻസ് ഉണ്ട്. അവിടെ എന്തിനാണ് നമ്മൾ ഈ നന്ദഗോവിന്ദ ഭജൻസിനെ ഇഷ്ടപ്പെട്ടത്? അവർ പാടുമ്പോൾ അവർ നമുക്കും കൂടെ പ്രചോദനം തരികയാണ്, നിങ്ങൾ ഏറ്റുപാടൂ. ഈ ഏറ്റുപാടുന്നതിൽ വൃദ്ധരുണ്ട്, കൊച്ചു കുട്ടികളുണ്ട്, അവരുൾപ്പെടെ ഇത് കാണാപ്പാടം മനപ്രയാസം പാടുന്നതിൽ 98% എന്നാണ് പറയാം ഹിന്ദുക്കൾ തന്നെയാണ്. കാരണം അവരാണല്ലോ ഇതെല്ലാം ഡെയിലി കേൾക്കുന്ന ഹിന്ദു ഭക്തിഗാനങ്ങൾ. എന്നാൽ അല്ലാത്തവരും ഉണ്ട്, അവരും ഏറ്റുപാടുന്നവർ. പക്ഷേ നോക്കൂ, നമ്മൾ ഒറ്റക്കാര്യം. ഇവിടെ എല്ലാവരും പറയുന്നു ഭജന എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവരും വേറെ ഭജന എന്ന് വെച്ചാൽ പാട്ട് അല്ല. ഭജന എന്ന് വെച്ചാൽ ആരാധന, സമർപ്പണം. ഇങ്ങനെ ഇതും കൂടെ സംസ്കൃതത്തിൽ പറയുന്നുണ്ട്. ഏത് ക്ഷേത്രത്തിലാണോ അവിടുത്തെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പാടുന്ന പാട്ടിനെയാണ് ഭജന എന്ന് പറയുന്നത്. പക്ഷേ ഇവർ ആ സാമ്പ്രദായിക രീതി പിന്തുടർന്നവരാ അല്ലാതിരുന്നിട്ട് കൂടി താങ്കൾ അവരുടെ ഒരു ആരാധന ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അല്ല, ആ സമയത്തും അവരിങ്ങനെയായിരുന്നുവല്ലോ, ഒരു ഫ്യൂഷൻ ആയിരുന്നു. അല്ല, ഭജൻസ് എന്ന് പറയുമ്പോൾ ഭജന തന്നെ ഉദ്ദേശിച്ചായിരിക്കും ക്ഷേത്ര കമ്മിറ്റി നമ്മളൊക്കെ ഒരു പരിപാടിക്ക് വിളിക്കുന്ന. ഇപ്പം ഞാൻ പറയട്ടെ, നന്ദഗോവിന്ദം ഗാനമേള ട്രൂപ്പ് അല്ലെങ്കിൽ ഓർക്കസ്ട്ര എന്ന് അവരിട്ടിട്ട് അവരെന്തോ ചെയ്തോട്ടെ, അപ്പം നമ്മൾ വിളിക്കില്ല. ഭജനയ്ക്ക് വിളിച്ചാൽ ഇതുവരെ അവർ ഈ സാമ്പ്രദായിക രീതി പിന്തുടർന്നിരുന്നോ? അല്ല, എന്നിട്ട് നിങ്ങൾ ആരാധകനായിരുന്നുവല്ലോ ആ സമയത്തും. ഇത് പറഞ്ഞത് ഹിന്ദുക്കളുടെ കാര്യം പരമപവിത്രം പാടാൻ സമ്മതിക്കില്ലല്ലോ. ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പ്രശ്നം ഉണ്ടാക്കിയില്ലേ നിങ്ങൾ പലരും? അപ്പോൾ എന്ത് വന്നാലും ഒരു എതിർക്കുക. അത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരൊറ്റ കാര്യം പറയാം. ഇഡ്ഡലിക്കും ദോശയ്ക്കും കണ്ടന്റ് ഒന്ന് തന്നെയാണ്, ഉഴുന്നും അരിയും, ഇല്ലേ എന്ന് പറഞ്ഞ പോലെ ഗാനമേളയും ഇതും രണ്ട് തന്നെയാണ്, പക്ഷെ പാട്ട് തന്നെയാണ് രണ്ടും. ഇവിടെ ഭജനയാണ് പറയണമെങ്കിൽ അവർ ഭജനപ്പാട്ട് പാടുക. ഞാൻ ചോദിക്കട്ടെ, ഇതുവരെ അവർ ഭജനപ്പാട്ട് മാത്രമാണോ പാടിക്കൊണ്ടിരുന്നത്? സാധാരണ ഈ ഭജൻ സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ ഒട്ടേറെയുണ്ട്. അവരുടെയൊക്കെ അവസ്ഥയും താങ്കൾക്കറിയാം. പലരും കഷ്ടപ്പെടുകയാണ് അവരൊരു ട്രൂപ്പ് നടത്തിക്കൊണ്ട് പോകാൻ. ഇവർക്ക് ഈ ജനപ്രീതി കിട്ടിയത് ഇവർ ഈ ഭജന പാടിയത് കൊണ്ട് മാത്രമല്ല, അത് താങ്കൾക്ക് അറിയാമല്ലോ. മഞ്ജുഷ, ഒരു കാര്യം ഞാൻ പറയാം. ഹിന്ദുക്കൾക്ക് 33 കോടി ദേവതകളും അതിനനുസരിച്ചുള്ള, ഇപ്പൊ മുരുകൻ തന്നെ സുബ്രഹ്മണ്യം കോവിലുണ്ട്, മുരുകൻ കോവിലുണ്ട്, പിള്ളേർക്ക് ഇങ്ങനെ ഗണപതിക്ക് പിള്ളേർ കോവിലുണ്ട്, നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ എത്ര കോവിലുണ്ട്, കമ്മട്ടം ഗണപതിയുണ്ട്, ഇങ്ങനെ പലതുണ്ട്. ഇവിടെ എല്ലാം പല പല ആചാരങ്ങളും ചില ക്ഷേത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ വിഷുവിൻ്റെ അന്ന് കൃഷ്ണനെ വെച്ചിട്ട് പളനിമലൈ ആണ്ടവാന്ന് പാടുവോ? ഇല്ല, കൃഷ്ണന്റെ പാട്ടേ അവിടെ പാടുകയുള്ളൂ. രണ്ടും ദൈവം തന്നെയല്ലേ. അപ്പോൾ ഓരോന്നിനും അതിൻ്റെ ക്ഷേത്രത്തിനുള്ളിൽ പോലും അല്ല കേട്ടോ നടന്നത്. നോക്കൂ, എങ്കിൽ അവർക്ക് 2 ട്രൂപ്പ് തുടങ്ങണം. നന്ദഗോവിന്ദം ഭജൻസ് ഇമീഡിയറ്റ് 2 ട്രൂപ്പ് തുടങ്ങി. ഒന്ന് നന്ദഗോവിന്ദം ഓർക്കസ്ട്ര എന്നും ഒന്ന് ഭജൻസ് എന്ന് വെച്ചാൽ ഭജന മാത്രം. നിർബന്ധിക്കാൻ പറ്റുമോ അവര്? ശരി, അപ്പൊ പിന്നെ ആ ക്ഷേത്ര കമ്മിറ്റിക്ക് പ്രശ്നമില്ല. നോക്കൂ, ഭാരതാംബെ പൂജിക്കാം എന്ന പാട്ട് ഭാരതത്തിൽ പാടിക്കൂടാന്ന് പറയുമ്പോഴോ അതിനെ ഇവിടെ ആർക്കും അതില്ല. ഇനി തിരിച്ച് നെയ്യാറ്റിങ്കരയിൽ ഇന്ന് ഞാൻ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഇത് കണ്ടതാണ്, പോസ്റ്റ്, നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ശ്രീജിത്ത് പണിക്കരുടെ. നെയ്യാറ്റിങ്കര അവരുടെ ഒരു ബിഷപ്പിൻ്റെ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കുറേ ബൈലോ അവരിറക്കി. 7ാമത്തെ ക്ലോസ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് ചെണ്ടയും പഞ്ചവാദ്യവും നിഷിദ്ധമാണ്, ഇതിനകത്ത് കയറ്റാൻ പാടില്ല. വിത്ത് സീൽ അടിച്ചിറക്കിയിരിക്കുകയാണ്.
അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അവരുടെ സങ്കുചിത മനോഭാവമാണല്ലോ, അവരുടെ സങ്കുചിത മനോഭാവമാണ്. ആ ബിഷപ്പിന്റെ ഏതാണ് നെയ്യാറ്റിൻകര ബിഷപ്പ് ഹൗസിൽ നിന്നുള്ള ഒരു സങ്കുചിത മനോഭാവത്തോട് കൂടിയ ഒരു സർക്കുലറാണ്. അതുകൊണ്ട് എല്ലാവരും ആ രീതി പിന്തുടരുത് എന്നാണ് പറയുന്നത്. സൗഹാർദ്ദം എവിടെയെങ്കിലും കണ്ടാൽ അതിനെ അംഗീകരിക്കുകയല്ലേ വേണ്ടത്. ക്രൈസ്തവ ഗാനം പാടിയതിന് ഇത്രമാത്രം വിമർശനത്തിലാണ്. പാടുന്ന ഒരു പാട്ടായിരുന്നു 1000 കാതമകലയാണെങ്കിലും യേശു നായക. അതിലൊന്നും നമുക്കൊന്നും, ഞങ്ങൾ കൂടെ ഇരുന്ന് പാടും. നോക്കൂ, ഞാൻ വെട്ടുകാട് പള്ളിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മെഴുകുതിരി കത്തിക്കും. ഞാൻ ഭീമാപ്പള്ളിയിൽ സ്ഥിരം പോകാറുള്ളതാണ്, കാരണം കുറേ കടകളുണ്ട് അവിടെ, എനിക്ക് വേണ്ടപ്പെട്ടവർ അവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ അവിടെ പോയി സാമ്പ്രാണി തിരി കത്തിക്കും. പക്ഷെ അവിടെ ചെന്നിരുന്നിട്ട് സ്വാഗതം കൃഷ്ണ എന്ന് പാടാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് അവിടെ മനസ്സിൽ പ്രാർത്ഥിക്കും, കാരണം എനിക്ക് അവരുടെ പ്രാർത്ഥന അറിയണം. പക്ഷേ ഇതിന് സാഹചര്യം കൂടി താങ്കൾ നോക്കണം. അല്ല, ഈ വേമ്പിൻകുളങ്ങര ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടാണ്. അവിടെ ഈ പുനരുദ്ധാരണത്തെ സഹായിച്ച നിരവധി ആളുകളുണ്ട്. മാത്രമല്ല, ഇവരവിടെ അനുവാദവും ചോദിച്ചിരുന്നു. ഇങ്ങനൊരു പാട്ട് പാടുന്നു. അവിടെ ക്രൈസ്തവ സഭാ വിശ്വാസികളും അവിടെ ഉണ്ടായിരുന്നു അല്ലേ? ക്ഷേത്രത്തിന് വെളിയിലായിരുന്നു നടന്നത്. മഞ്ജുഷ, ഇവരെക്കാൾ വലിയ ഗായകൻ അവരെ ഈ ട്രൂപ്പിലുള്ളവരെ പഠിപ്പിച്ച ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. സുദീപ് കുമാറിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നാടായിരുന്നു അത്. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു പരിപാടിക്ക് ഇതുപോലെ പാടാൻ പറഞ്ഞു. അദ്ദേഹം സോറി, എനിക്ക് പാടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇവിടെ ഞാനത് പാടില്ല. സുദീപിന്റെ ഇഷ്ടം, ഇത് ഇവരുടെ ഇഷ്ടം. ഇഷ്ടങ്ങൾ ഇത്തരം ഇഷ്ടങ്ങൾ മതപരമാകുമ്പോൾ അത് സ്വാർത്ഥത പാടില്ല. എല്ലാവർക്കും ഇവർ മതാചാരത്തെ ഇവർ മതാചാരത്തെ എവിടെ ലംഘിച്ചു? ഹൈന്ദവ ആചാരങ്ങളെ, ക്ഷേത്രാചാരങ്ങളെ ഇവർ ലംഘിച്ചോ ഇല്ലയോ എന്നുള്ള ചോദ്യമുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഹരിവരാസനം പാടി ഉറക്കുന്ന ദാസേട്ടനാണല്ലോ എന്ന് ഞാൻ കുറെ കമന്റ്സ് കണ്ടു. ഇതേ ദാസേട്ടനെ ഒരു പള്ളിയിൽ വിളിച്ചിട്ട് അവിടെ വന്നിട്ട് ഗുരുവായൂർ അമ്പലനടയിൽ പാടിക്കുവോ? പള്ളിക്കകത്ത് സങ്കുചിതമായ മനോഭാവമാണ്. പറയുമ്പോൾ മാത്രം പ്രശ്നവും ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ ആഹാ മതേതരത്വം. ഇത് കുറെ നാളായിട്ട് ഒരു കാര്യം കൂടെ നന്ദഗോവിന്ദ ഭജൻസ് മനസ്സിലാക്കുന്നത്, നിങ്ങളിപ്പോൾ ട്രാപ്പിലായിരിക്കുകയാണ്. അത് തമ്മിലടിപ്പിക്കുക. അതായത് പലർക്കും അറിയാം, സംഘപരിവാർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത്, സംഘപരിവാറിലേക്ക് മുസ്ലിം സഹോദരന്മാരും ക്രിസ്ത്യാനികളും ഒരുപാട് ചേർന്ന് വരുന്നതിനെ പലർക്കും സഹിക്കാത്തതുകൊണ്ട് തമ്മിലടിപ്പിക്കാൻ വേണ്ടി കളിക്കുന്ന ഒരു കളിയാണ് നിങ്ങൾ. സംഘപരിവാറിന്റെ ഭജന ടീം അല്ല, മതി, ആരുടെ ആയിക്കോട്ടെ. അവർ ഭക്തി കാട്ടി കൂടെ കുറിയിട്ടുകൊണ്ട് വന്ന് പാടി അവരുടെ ഒരു വിപണന തന്ത്രം കൂടി ആയേക്കാം. ഇപ്പോൾ അവരെ വളർത്തിയത് ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ്, അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികൾ ചേർന്നാണ് എന്നൊക്കെയുള്ള ഒരു ഗാനങ്ങൾ പാടിക്കൊണ്ട് അതിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി അവർ നടത്തിയ ഒരു വിപണന തന്ത്രം കൂടിയാകാം കേട്ടോ. ഇത് അവർ നടത്തിയൊരു വിപണന തന്ത്രം കൂടിയാകാം. ഞങ്ങൾ എല്ലാവരുടെയും ഭാഗമാണ്, അതും അവർ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ എല്ലാവരുടെയും ഭാഗമാണ്, മൈത്രിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇത് സംഗീതം അതിനുള്ളതാണ് എന്നവർ പറയുമ്പോൾ അവർ അതും കൂടി ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം അവരൊരു ഹൈന്ദവ ചുറ്റുപാടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് പുറത്തു കിടക്കണം, സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് ഞങ്ങളെ വളർത്തിയത് എന്ന രീതിയിലുള്ള ഒരു ധാരണയുണ്ടല്ലോ, അതിൽ നിന്ന് പുറത്തു കിടക്കണമെന്ന് അവരും ആലോചിച്ചിരിക്കാം. ശ്രീ അനിൽ പിള്ളയിൽ ഇവിടെ ഷാബു പറഞ്ഞ കാര്യം, എന്തിനാണ് ഇത്രയും വിഷയങ്ങൾ എടുത്ത് കൊണ്ടുവരുന്നത് എന്നുള്ളത്. അദ്ദേഹം സാധാരണയായിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ അനുകൂലിക്കുന്നയാളാണ്, പക്ഷെ അദ്ദേഹം ഇവിടെ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചു. അതെ, അദ്ദേഹം പറഞ്ഞ കാര്യത്തിനകത്ത് ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ ആരാണിത് ഈ നന്ദഗോവിന്ദ ഭജൻസിനെ ബഹിഷ്കരിക്കണമെന്നോ അവരുടെ പരിപാടിയെ തടയണമെന്നോ ഏത് ഹൈന്ദവ സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട്? അവര് കാണിച്ച അനൗചിത്യത്തിനെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ശ്രീ മഞ്ജുഷ് ഈ ചർച്ചയുടെ തുടക്കം മുതൽ ഉദ്ദേശിക്കുന്നത്. ബാക്കി മതങ്ങളുടെയൊക്കെ ഏതെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ അതൊക്കെ സങ്കുചിതം, ബാക്കിയൊക്കെ പ്രശ്നം എന്ന രീതി പറയുന്നത് ശരിയല്ല. ഈ നെയ്യാറ്റിൻകര സങ്കുചിതം എന്നല്ല പറയുന്നത്, അവർ ചെയ്യുന്നത് സങ്കുചിതം എന്നാണ് പറഞ്ഞത്. അല്ലല്ല, അതിനെപ്പറ്റി എന്താണ് കേരളത്തിൽ ചർച്ച ചെയ്യാത്തത്? കേരളത്തിലെ ഹിന്ദുവിന്റെ പ്രശ്നങ്ങളെ മാത്രം പർവ്വതീകരിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങള് എന്തേ ഈ കഴിഞ്ഞ ദിവസം ഇന്നത്തെ ദിവസം നമ്മൾ നോക്കൂ, KC വേണുഗോപാൽ കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെയാണ് ഈ വിഷയത്തിൽ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ MP ആണല്ലോ KC വേണുഗോപാല്, ചേർത്തലയിലെ MLA ആണല്ലോ പ്രസാദ് എന്ന് പറയുന്ന മന്ത്രി. ഇവരൊക്കെ എന്തേ ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുമ്പിൽ മന്തി വെച്ചതിനെ പറ്റി ഒരക്ഷരം ഇവരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.